Namaste, Namaskaram. I myself, Senior Professor Dr. Suresh K. Guptan, Principal Scientist, Director AIMRC. ഇന്ന് ഏപ്രിൽ 27, 2026 ഞങ്ങളുടെ മെഡിക്കൽ റിസർച്ച് എക്സ്പെരിമെൻ്റൽ ഗവേഷണ വിഭാഗത്തിൻ്റെ വിവരിക്കാനാവാത്ത ഒരു സന്തോഷം നൽകുന്ന ദിവസമാണ് ഇന്ന്. കാരണം ഞങ്ങൾ ഒരു 35 കൊല്ലത്തിലേറെയായി അൽഷിമേഴ്സ് അഥവാ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ തുടക്കത്തിൽ ഡിമെൻഷ്യ എന്നും ഇതിനെ മേധാശക്തി കുറയൽ, ഓർമ്മക്കുറവ്, ഓർമ്മശക്തി നഷ്ടപ്പെടൽ എന്ന പല ഓമന പേരിലും ഈ രോഗം അറിയപ്പെടുന്നു. ഇതിനെ 5 ഘട്ടമായാണ് ഗവേഷകരായ ഞങ്ങൾ തരം തിരിച്ചിട്ടുള്ളത്. ഈ അൽഷിമർ എന്ന ഡിമെൻഷ്യ എന്ന ഇന്ന് 40 വയസ്സിന് മുകളിൽ 100-ൽ 65 പേരെയും ഡിമെൻഷ്യയോ സ്റ്റേജ് 1, 2, 3 അല്ലെങ്കിൽ അവസാന ഘട്ടങ്ങളായ അൽഷിമേഴ്സ് 4, 5 ഘട്ടമോ ഉള്ള രോഗികൾ നമ്മളുടെ ഭാരതത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. ലോകമെമ്പാടും 300 കോടിയിലേറെ മനുഷ്യർ ഡിമെൻഷ്യ അഥവാ അൽഷിമേഴ്സിൻ്റെ പിടിയിലാണെന്നും ഗവേഷകരായ ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഈ രഹസ്യം കണ്ടെത്തിക്കഴിഞ്ഞു. അപ്പോൾ അൽഷിമർ എന്ന രോഗം നമ്മളുടെ 23 ജോഡി ക്രോമോസോമിൻ്റെ 19ാമത്തെ ജോഡി ക്രോമോസോമിനെയാണ് ബാധിക്കുന്നതെന്നും ഇതിൻ്റെ മൂലകാരണങ്ങൾ തിരഞ്ഞു നടന്നപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ ചില ഞെട്ടിപ്പിക്കുന്നതും അത്ഭുതകരവുമായ ചില ഗവേഷണങ്ങൾ ഇന്ന് ലോകത്തിനോട് തുറന്നു പറയുകയാണ്. കാരണം ദ ഫസ്റ്റ് ഡിസ്ക്ലെയിമർ, ദിസ് ഈസ് നോട്ട് എ മെഡിസിനൽ യൂസ്, ഇൻഫോർമേറ്റീവ് പർപ്പസ് അഥവാ അറിവ് നൽകാൻ വേണ്ടി മാത്രം, ചികിത്സയല്ല. ചികിത്സയ്ക്ക് നിങ്ങൾ വിദഗ്ധ ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സയൻറ്റിസ്റ്റുകളെയോ സമീപിക്കണം. ദ ഫസ്റ്റ് വാർണിംഗ്. ഇന്ന് ഈ 19ാമത്തെ ക്രോമോസോമിനെ ബാധിക്കുന്ന ഈ രോഗം ഞങ്ങൾ കണ്ടെത്തിയത് സിങ്ക് എന്ന് പറയുന്ന ഒരു ധാതുവിൻ്റെ കുറവും നമ്മുടെ ശരീരത്തിൽ 700-ലേറെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് മാഗ്നീഷ്യം എന്ന ധാതുവും 300-ലേറെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് സിങ്ക് എന്ന ZINC എന്ന ധാതുവും വളരെ പ്രധാനമാണെന്നും ഇത് രണ്ടും കുറഞ്ഞാൽ 1000-ലേറെ ഉപാപചയ പ്രവർത്തനങ്ങൾ മനുഷ്യ ശരീരത്തിൽ നടപ്പിലാകാതെ വരുമെന്നും ഇത് മൈറ്റോകോൺട്രിയയിൽ കോശങ്ങൾക്കുള്ളിൽ ഇത് ജീവശക്തിയെ തന്നെ ഈ 2 ധാതുവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഈ 2 ധാതുക്കളിനോടൊപ്പം ഞങ്ങൾ അൽഷിമർ രോഗികളിൽ പ്രധാനപ്പെട്ട ട്യൂബുലിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോട്ടീൻ മസ്തിഷ്കത്തിൽ അടിഞ്ഞുകൂടുന്നതായി ഞങ്ങൾ ഗവേഷകർ കണ്ടെത്തി. നിങ്ങൾക്കറിയാം, മനുഷ്യ ശരീരത്തിൽ 80 അവയവങ്ങൾ ഞങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം അത്ഭുതകരമായ ഒരു ഉപാപചയ പ്രവർത്തനവും. ഈ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ്, ആരോഗ്യമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് നിർണ്ണയിക്കുന്നതെന്നും അഥവാ ലോഞ്ചവിറ്റി നിർണ്ണയിക്കുന്നതെന്നും ഞങ്ങൾ കണ്ടെത്തി. ഈ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ആരോഗ്യക്കുറവും പ്രവർത്തനക്കുറവുമാണ് മനുഷ്യൻ്റെ ആയുസ്സിനെ കുറയ്ക്കുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതും. അപ്പോൾ ഈ ടബുലിൻ എന്ന ഈ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ശരീരത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട 3 വൈറ്റമിനുകളാണ് വൈറ്റമിൻ K3. ഇതിന് ഞങ്ങൾ പറയുന്ന പേരാണ് മെനാഡിയോൺ. K1, K2 വേറുണ്ട്, ഇതിൽ K3ക്കാണ് പ്രധാനം. ഈ മെനാഡിയോണും വൈറ്റമിൻ സിയും ഒരേ സമയത്ത് കുറയുകയും വൈറ്റമിൻ ഇയുടെ അളവ് ടോക്കോഫെറൽ അസറ്റേറ്റ് ആ സമയത്ത് സ്വാഭാവികമായും കുറവായിരിക്കും. ഒപ്പം ബി കോംപ്ലക്സിലെ 8 അംഗങ്ങളും
B1 thiamine, B2 riboflavin, B3 niacin, B5 pantothenic acid, B6 pyridoxine, B7 biotin, B9 folic acid, B12 cyanocobalamin, B17 അമിഗ്ഡാലിൻ. ഇത്രയും വൈറ്റമിനുകൾ കൂടി ശരീരത്തിൽ കുറഞ്ഞാൽ ഒരു വ്യക്തി ഡിമെൻഷ്യ എന്ന ഓർമ്മക്കുറവിലേക്ക് പോകുകയായി. അപ്പോൾ നിങ്ങൾ ഇതിനുള്ള ഭക്ഷണങ്ങൾ, നിങ്ങളിതിന് വൈറ്റമിൻ അല്ല കഴിക്കേണ്ടത്, ഇതടങ്ങിയ ഭക്ഷണങ്ങൾ, ഞാനിപ്പോൾ ഈ പറഞ്ഞ വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ കഴിക്കുക. നിവൃത്തിയില്ലെങ്കിൽ നല്ല കമ്പനികളുടെ സപ്ലിമെൻ്റ് ഉപയോഗിക്കുക. അത് നിങ്ങളുടെ വിവേകവും തിരിച്ചറിവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് 3 സ്റ്റേജ് വരെ മാത്രമേ ഭേദമാക്കാൻ പറ്റൂ. അൽഷിമർ 4ലും 5ലും ഈ ഗവേഷണം വിജയിച്ചോളണമെന്നില്ല. അവിടെ തീർച്ചയായും നഷ്ടപ്പെട്ട ഒരു ഓട്ടപാത്രത്തെ നന്നാക്കിയെടുക്കുന്നത് പോലെ ബുദ്ധിമുട്ടാണ് 4ാമത്തെയും 5ാമത്തെയും ഘട്ടം. അപ്പോൾ നിങ്ങൾ പ്രകൃതിദത്ത ഭക്ഷണം കഴിക്കുക. ഇലക്കറികളും തവിട് കളയാത്ത ധാന്യങ്ങളും മത്തൻ്റെ വിത്തും ധാരാളം കഴിക്കുക. ബദാം പരിപ്പ്, കശുവണ്ടിപ്പരിപ്പ് പോലുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. സൂര്യപ്രകാശം കൊള്ളുക. 8 മണിക്കൂർ വരെ ഉറങ്ങുക. പ്രകൃതിയിലേക്ക് മടങ്ങുക. പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം. താങ്ക് യു. ആരോഗ്യ റിസർച്ച് @gmail.com, www.worldrehabilitationorganization.com. താങ്ക് യു. നമസ്തേ.